പേടിക്കണ്ട, ഈ സൈഡിലേക്ക് പുലിയൊന്നും വരത്തില്ല. ഇങ്ങോട്ട് വരുന്നില്ലേ? പുലിയെ ശല്യം ചെയ്തില്ലല്ലോ, പുലി കാര്യം ശല്യം ചെയ്തിട്ടൊന്നുമില്ല. സിനിമ കഴിഞ്ഞപ്പോ കുറച്ച് വൈകിയായിരുന്നേ, അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ ഉറങ്ങിക്കാണെന്ന്. റോഹിച്ചനെ കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്നേക്കണം പറഞ്ഞാ വിട്ടത്. റോഹിപ്പാപ്പൻ എന്തേ? ഇന്നാണ്ട് ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയി. സോണി വാ പോവില്ല. ഞങ്ങൾ അപ്പവും മുട്ടയും കഴിച്ചായിരുന്നു. അപ്പനെ പറമ്പിൽ പോകാൻ വേണ്ടിട്ട് കാത്തു വെക്കുന്നുണ്ട്. സോണിയുടെ കയ്യിൽ എന്തെങ്കിലും കവിതാ പുസ്തകം ഉണ്ടോ? വലിയ കാര്യത്തിന്റെ ഏതാണ്ട് പദ്യപാരായണത്തിനൊക്കെ പേര് കൊടുത്തിട്ടാ വന്നേക്കുന്നത്. എന്നാ മത്സരം? അടുത്ത 21-ാം തീയതി ചൊവ്വാഴ്ച. പുസ്തകമൊന്നും വേണ്ട, ഞാൻ ശനിയാഴ്ച ഒന്ന് പഠിപ്പിച്ചു തരാം. സുബിനെ, സോണിച്ചേട്ടൻ പോവാന്ന. സുബിക്കുട്ടാ, ശനിയാഴ്ച ആണാടാ. ശരി. എന്നെ വിശ്വസിപ്പിക്കാനൊന്നും ചെയ്യണ്ട, സ്വയം ബോധ്യപ്പെട്ടാ മതി. ഞാൻ ചോദിക്കുന്ന പ്രശ്നം. നീ സോണി വിളിക്കാറുണ്ട് കേട്ടോ. ഞാൻ അവന്റെ പ്ലാൻ എന്നാന്നല്ല അറിയോ? ഞാൻ ചോദിച്ചാൽ ഒന്നും ഉണ്ടത്തില്ല, പഴം വിഴുങ്ങാനും ഇരിക്കും. അത് കുഞ്ഞാഞ്ഞെ പേടിച്ചിട്ടായിരിക്കും. അവൻ മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. പേടിയാണെന്ന് പറഞ്ഞ ഒരു കൊല്ലം അതിനും വിട്ടു. എന്നാ വേറെന്തെങ്കിലും പണിക്ക് പോകാന്ന് പറഞ്ഞാൽ അതിനൊട്ട് കത്തുമില്ല. എന്തോ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊക്കെ വല്ല കാര്യമുണ്ടോ? വല്ല ശമ്പളം കിട്ടുന്ന പരിപാടിയാണെങ്കിൽ മനസ്സമാനം കിട്ടും. ഞാൻ ജനറാഴ്ചനോടൊന്ന് ചോദിക്കാം. ഏതായാലും 1-2 മാസം സമയം കൂടി. ഈ ഈസ്റ്ററിന് വരുന്നതിന് മുമ്പ് എന്നെല്ലാം ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനിപ്പോ എന്നെ ചിലവാണ്, അത് നോക്കാം. അതൊക്കെ അവര് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ. കുഞ്ഞാഞ്ഞ കുടി നിർത്താൻ പറ്റുമെന്ന് എന്താണെന്ന് വെച്ചാൽ നോക്കാം. നീ പറഞ്ഞു എന്നെ ഒരു മുഴുക്കുടിയനാക്കുമല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപുത്രൻ ബിറ്റോയെ അവകാശികളായ അളിയന്മാർ വേദിയിലേക്ക് ആനയിക്കുന്നു. അടുത്തതായി ചന്ദൻ ചാർത്തൽ ചടങ്ങാണ്. ചടങ്ങിനായി പരികർമ്മിയെ ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്ന 17 പലിശയ്ക്ക് മേലുള്ള മാണോർ അച്ഛന്മാരോട് ചോദിക്കട്ടെ, കല്യാണ ചെക്കനെ ചന്തം ചാർത്തട്ടെ. സദസ്സിലിരിക്കുന്ന 17 പലിശയ്ക്ക് മേലുള്ള മാണോർ അച്ഛന്മാരോട് ചോദിക്കട്ടെ, കല്യാണ ചെക്കനെ ചന്തം ചാർത്തട്ടെ. സദസ്സിലിരിക്കുന്ന 17 പലിശയ്ക്ക് മേലുള്ള മാണോർ അച്ഛന്മാരോട് ചോദിക്കട്ടെ, കല്യാണ ചെക്കനായ ബിറ്റോയെ ചന്തം ചാർത്തട്ടെ. മാറാനിശോ പദവിയിലെ മണർക്കോല പുതുമകാന്മാർ
അപ്പനോടു അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും മാറാനെ മുൻനിർത്തി മാർഗമന നാൾ കുറിച്ചു നിറത്തോടൊത്തൻ ഇരിക്കും നേരം പാടിക്കളിക്കും ബാലകർക്ക് നിന്നവർ ഉറവയിട്ടു നെല്ലുമിട്ടു നിറവു വന്നു എന്നാ ചേടാ ചേട്ടത്തിയുടെ പശു എവിടെ അവിടെ ആ കുഴിയിൽ
പുലിനെ പിടിക്കാൻ നടന്നിട്ട് ഒരു ആനക്കര സുഖമായിട്ട് കിടക്കാമല്ലോ. നടുവടിഞ്ഞെന്നാ തോന്നുന്നേ. എങ്ങനെയാലും പൊക്കി കേട്ടാ. ആ പിള്ളേച്ചന്റെ വീട്ടിൽ കടമുണ്ട്. എങ്കിലും ആരെങ്കിലും ആയിട്ട് എടുപ്പിക്കാം. ആ ഉണ്ണിയുടെ കയ്യിൽ വണ്ടി പൊക്കി കയറ്റാനുള്ള എന്തെങ്കിലും സംവിധാനം കാണും. ഞാൻ വിളിച്ചു നോക്കട്ടെ. നിങ്ങളുടെ ട്യൂഷൻ സെൻ്റർ നിർത്തിയോ? ആ നിർത്തിയായിരുന്നു. സ്റ്റെഫിക്ക് കണക്കിച്ചിട്ട് പാടാൻ. ബാക്കിയുള്ള വിഷയം അത്ര കുഴപ്പമില്ല. മാത്സാ അത് ശരിയാക്കാമല്ലോ. ആഴ്ചയിൽ ഒരു 2 ദിവസം പഠിപ്പിക്കുകയാണെങ്കിൽ ശരിയായി പോക്കുള്ളതായിരിക്കും അല്ലേ? ആ അതത്ര പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. സോണിയുടെ ചാർജ് എത്രയാണ്? ഞാൻ പരിചയക്കാരോട് അങ്ങനെ പൈസ കണക്ക് പറഞ്ഞു ചോദിക്കാറില്ല. ചേട്ടൻ എന്നാന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് ചോദിച്ചാൽ മതി. എന്നാ ഈ ആഴ്ച കഴിഞ്ഞ് തുടങ്ങിയാലോ? ഞാൻ അതിലേ വരാം. ആൻറ്റി മാറിക്കേ. ഓ അത് സാരമില്ല. എല്ലാ ദിവസവും സോണി കാണത്തില്ലല്ലോ.
ഞാൻ തന്നെ ചെയ്യണ്ടേ? നോട്ടെ. ആ എന്നാ നീ ഇത് വാരി വെക്കേ, ഞാൻ കാപ്പി ഇടാം. പക്ഷേ തണുപ്പൊക്കെ ഉണ്ടോ? തണുപ്പാ. സജിപ്പാപ്പൻ ചെറുത് മേടിച്ചു തരുന്നില്ലേ? കുറേ മേടിച്ച് തരും. നിന്റെ അപ്പനോടെ അവൻ മാറ്റുന്നതിനെ കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കെങ്ങാനും കൊണ്ടുവരാൻ പറ. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒക്കെ ഇത്തിരി കൂടുതലാണ്. കാപ്പിയും കുടിക്കരുതെന്നാ. ഓ, ഒന്നുമില്ലാതെങ്ങനാ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും അധികം നോക്കിയിട്ട് കാര്യമില്ല. വായ്ക്ക് രുചിയുള്ളത് എന്നതിലൊക്കെ കഴിക്കാനും കുടിക്കാനും ഇല്ലാതെ ഇച്ചിരി സമയം നീട്ടിക്കെട്ടിയിട്ട് എന്നാതിനാ? ഗുരേശൻ വന്നപ്പോൾ ഒരു കുപ്പി കൊണ്ടുവന്നതാണ്. അത് അവളുടെ അടുത്ത് പാത്തു വെച്ചിരിക്കുക. ഈസ്റ്ററൊക്കെ വരുമല്ലേ, ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്കും ലിവറിനൊക്കെ ദോഷമാണ്. പിന്നെ ആശുപത്രിയിലൊക്കെ പോയി ഒരുപാട് പൈസയൊക്കെ ചിലവാകത്തില്ലേ? അതും ശരിയാ. ഇത്രയും പ്രായമായില്ലേ, ഇനി ആശുപത്രിയിലൊന്നും കൊണ്ടുപോയി പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചനെ സ്നേഹിക്കുന്ന ആളുകൾക്കും കാണില്ലേ കുറേ കാലം കൂടി അപ്പച്ചനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹം. നിന്റെ അടുത്തൊക്കെ എന്നാ പാവാ. ചില സമയത്ത് ഈ കാണുന്ന ആളെയല്ല, പിടിവാശി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. മൂത്തവൻ അതേ ജീനായിട്ടിരിക്കുന്നത്. എങ്ങോട്ടേലൊന്ന് മാറിയ അന്നേരം തുടങ്ങും റാണിയേ റാണിയേ. ആ ചിലപ്പോൾ എനിക്കങ്ങ് പാവം തോന്നും. കൊച്ചുപിള്ളേരുടെ മനസ്സാ. പ്രായമായി കഴിയുമ്പോൾ നമ്മളൊക്കെ എന്നായിരിക്കും എന്ന് ആർക്കറിയാം അല്ലേ? അമ്മച്ചി ഇതിലും കൂടിയ സാധനം വരുന്നത്. ജയചേച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞാൻ വരുന്നതിന് മുന്നേ അങ്ങ് പോയി. ദേ ഞാൻ ചുമ്മാ വായി തരുന്നതൊക്കെ പറയുന്ന കേട്ടോ. ഓ, അപ്പച്ചനും ഇനി കുത്തിത്തെരിപ്പും പാറയപ്പോ ഒന്നും ഇല്ലെന്നൊരു ഗുണമുണ്ട്. എന്തേലും ഉണ്ട് അന്നേരം മുഖത്തറിയാം. അതൊക്കെ ചുമ്മാ തോന്നുന്നതാ. ആരെ കുടിക്കാൻ സമ്മതിക്കലാന്ന് എന്നോട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. എന്നോടിടയ്ക്ക് ചോദിക്കുവേ, ഞാൻ ആ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടങ്ങ് നിന്നേക്കും, പിന്നെ മിണ്ടുകയല്ല. നീ ഇത് മൂത്തൊന്ന് നോക്കിക്കേ. എൻ്റെ വീട്ടിലോട്ട് പോയായിരുന്നു അടുത്തങ്ങ? 2 മാസമായി. ആ ജയചേച്ചിയുടെ സെൽച്ചിച്ചൂടെ അങ്ങാണ് ഒരു ദിവസം വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് എനിക്കൊന്ന് പോകണം. അമ്മയ്ക്കാണെ കാലിനൊന്നും തീരെ വയ്യ. ഇപ്പം ആണെ വീട്ടിൽ അനീറ്റേ ഉണ്ട്. അവൾക്ക് ഈ ബാംഗ്ലൂർ MSc പഠിക്കാൻ പോകണമെന്നും പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പം ടെൻഷൻ. എൻ്റെ ഒരു അമ്മാവനുണ്ടേ, പുള്ളി വന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയെ പേടിപ്പിച്ചിട്ടാ. ഈ ബാംഗ്ലൂർ പോകുന്ന പെമ്പിള്ളാരൊക്കെ അഴിഞ്ഞാടി നടക്കുമെന്ന് പറഞ്ഞ്. വീട്ടിലൊരു തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനത്തെ ആളുകളെന്ന് ആ പ്രദേശത്തേക്ക് അടുപ്പിച്ചേക്കരുത്. ആ പറയാൻ എളുപ്പമാ. ചാച്ചനുണ്ടായിരുന്ന കുഞ്ഞുനെ എവിടെ വിട്ട് വേണേലും പഠിപ്പിച്ചേനെ. അവളും ഇപ്പം അത് പറഞ്ഞാ കരയുന്നത്. ഇന്നലെയും വിളിച്ചായിരുന്നു.
ചാച്ചൻ അവളോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. ഇന്നേ വരെ അവളെ തല്ലിയിട്ടില്ല. ബാംഗ്ലൂർ അങ്ങനെ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. അലമ്പാനുള്ള ആളുകളാണെങ്കിൽ എവിടെ പോലും അലമ്പ്. എനിക്ക് പരിചയമുള്ള 1-2 ആളുകളുണ്ട് ബാംഗ്ലൂർ. എൻ്റെ കൂടെ BEdന് പഠിച്ചൊരു മരിയ സിസ്റ്ററൊക്കെ ഉണ്ട്. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. കന്യാസ്ത്രീമാരൊക്കെ ആയിരിക്കുമ്പോഴേ അമ്മയ്ക്കൊരു ധൈര്യമായിരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാന്നേ. ഈ സജിയോട് എന്നതേലും അങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങോട്ടൊന്നും ചെയ്തു തരികയല്ല. ഈ സജിപ്പാപ്പൻ മൊത്തത്തിലൊരു ഇൻട്രോവേർട്ടല്ലേ? ആ, ആയിരിക്കും. പിന്നെ ചില സമയത്ത് എനിക്കങ്ങ് പാവം തോന്നും. നമ്മള് വീണ്ടും തെറ്റിച്ചല്ലോ. ശ്രദ്ധിക്കുന്നില്ല. അഗ്നിച്ചിറകൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. നമ്മളെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കും മനസ്സിലാവുന്നില്ല പറയുന്നത്. ശ്രദ്ധിച്ചു ഒന്നുകൂടെ ശ്രമിച്ചു നോക്കിയ എവിടെ തെറ്റ് പറ്റുന്നെന്ന് മനസ്സിലായില്ല. ഞാനിത് തന്നെയല്ലേ കുറെ തവണ പറഞ്ഞു. ശരിക്കും ശ്രദ്ധിച്ചു നോക്കും. ആ പുസ്തകം എന്തായാലും വായിക്കണം കേട്ടോ. പുസ്തകം അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കും. ഈ കഴുത്ത പണിയെടുക്കുന്നവർ പണിയെടുത്തിട്ട് കാര്യമില്ല അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്ക് ചെയ്യണം. ഫോക്കസ്. നമുക്ക് ശ്രമിച്ചോക്കെ. ഓ, വീണ്ടും തെറ്റിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടെന്ന് അങ്ങയുടെ ഉദരത്തിനുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടെന്ന് അങ്ങയുടെ ഉദരത്തിനുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടെന്ന് അങ്ങയുടെ ഉദരത്തിനുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടെന്ന് അങ്ങയുടെ ഉദരത്തിനുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടെന്ന് അങ്ങയുടെ ഉദരത്തിനുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
നിങ്ങളുടെ അയലോക്കത്ത് പുലി വന്ന് ആട്ടുംകുട്ടിയെ കൊണ്ടുപോയെന്ന് കേട്ടല്ലോ. രാഘവൻ നായരുടെ കോഴി, എത്തച്ചേട്ടന്റെ കിടാവ്. ഇങ്ങനെ പോയാൽ മനുഷ്യരെയും പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരുകയില്ല. നീ ഇങ്ങനെ മൂങ്ങായെപ്പോലെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പെങ്കൊച്ചങ്ങ് തിരിച്ചു വന്നല്ലോ. പഴയ കാലമൊന്നുമല്ല. ചെറിയ അർത്ഥമൊക്കെ പറ്റാത്തവരാരാ? കേടുപാടൊന്നും വന്നില്ലല്ലോ എന്ന് സമാധാനിക്കാം. ഇനി അതാ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ തേനിയിലൊരു സെൽവരാഘവൻ ഡോക്ടറുണ്ട്. നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്. എനിക്ക് പരിചയമുണ്ട്. പോണേ പറഞ്ഞാൽ മതി. ഈ സമയത്ത് പുള്ളി ഇവിടെ കാണോ? ലൈറ്റ് ഉണ്ടല്ലോ. വടക്കേപ്പുറത്ത് ജോർജ് ഏട്ടൻ മരിച്ചു. വിഷം കഴിച്ചതാന്നാ പറയുന്നത്. ചേട്ടത്തി പിള്ളേരും വീട്ടിലില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ചേട്ടത്തിൻ്റെ ഒരു ആങ്ങളൊക്കെ വീട്ടിലുണ്ട്. പുള്ളി വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവധിയില്ല. പിന്നെ വേറെ ആരുമില്ല. രണ്ട് പെൺപിള്ളേരെ വെച്ചോണ്ട്. ഇന്നലെ വൈകിട്ട് ഇച്ചിരി അടിച്ചിട്ടുണ്ടായിരുന്ന കാവലെ കണ്ടവർ പറഞ്ഞത്. നീതുവിൻ്റെ ആ വിഷയം കഴിഞ്ഞാൽ പിന്നെ ആളിച്ചിരി ഡൗൺ ആയിരുന്നു മൊത്തത്തിൽ. അടക്കുന്ന സമയം പറഞ്ഞോ? സെമിത്തേരി തന്നെയാണോ? അതേ അച്ഛൻ സമ്മതിക്കുമോ? സെമിത്തേരി ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ആ പിള്ളേർക്ക് നമ്മളും കൂടെ ഇഷ്ടം കൊടുക്കണോ? ഞാൻ അച്ഛനോട് സംസാരിക്കും. സമയം ചോദിക്കാം നമുക്ക്. ബോഡി വരും വിളി, ഞാൻ വരാം. ശരി.
receives chemical information via its forked tongue, which picks up scent particles and transfers them to a sensory receptor located in the roof of its mouth. When it detects the scent of prey, it flicks its tongue to gauge the prey's location, with the twin forks of the tongue acting in stereo. It senses earth-borne vibration and detects moving prey almost 100 meters away. Following envenomation, it swallows its prey whole. Because of its flexible jaws, it can swallow prey much larger. അവിടെ ആരും ഇല്ല, അവരെല്ലാം മരിച്ചടക്കിന് പോയേക്കുക. ഞാൻ ആ കാര്യം മറന്നത്. ഇതുപോലൊരു 3 നമ്മൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ, ഒരു ബാർബിക്യൂ സെക്ഷൻ. അതാകുമ്പം ചെറുപ്പക്കാർക്കും ഫാമിലിക്കൊക്കെ ഒരുപാട് സ്വീകാര്യമാവും. ഞാൻ കുടിക്കുമല്ലോ. അതെന്ന് മുതൽ കുടിക്കാൻ ഒരിക്കലും റമ്മായ കൊണ്ടാണോ? ഏയ്
ഞാനേതായാലും ഇച്ചിരി അടിക്കാൻ പോവാ. പിന്നെ ഓർത്തിട്ട് കാര്യമില്ല. നീ കുടിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണല്ലോ. ഇപ്പം അപ്പം ധൈര്യമായിട്ട് അടിക്കുന്നേ. നീ നമ്മുടെ സുബിൻ്റെ സ്വഭാവത്തിൽ ഈയിടെയായിട്ട് വല്ലതും ശ്രദ്ധിച്ചായിരുന്നു? പ്രായത്തിൻ്റെ ആയിരിക്കും. പിന്നെ പഴയ കാലമല്ലല്ലോ. ഈ ടി വിയും സിനിമയൊക്കെ കണ്ട് ഓരോന്നും തലയിൽ കയറ്റുന്നതിൻ്റെയാ. അവനവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് എന്തോ വൃത്തികേട് പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ്റെ സാർ എന്നെ വിളിച്ചായിരുന്നു. അതും അവനേക്കാളൊക്കെ മൂത്ത ഒരു കൊച്ചിനോട്. നമ്മുടെ പിള്ളേർ ഇങ്ങനെയൊന്നും ചെയ്യുകയെന്നല്ലേ എല്ലാവരും കരുതുന്നേ. അവൻ എന്നാ പറഞ്ഞ? അതവൻ പറയല. അത് പേടിച്ചിട്ടായിരിക്കും. നീ കേട്ടാ ചെവി വിളിച്ചു പോകുമെന്നാ സാറ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചുമ്മാ കൂട്ടി പറഞ്ഞായിരിക്കും. നീ സമയം കിട്ടുമ്പോൾ അവനോടൊന്ന് സംസാരിക്കണം. നിന്നോടാവുമ്പം അവനെല്ലാം പറയും. അതിനെന്നാ? ഒന്നുകൂടെ കളിക്കാം. ടോണി ഒന്ന് കൊണ്ടിട്ട് വരാം. എല്ലാ ദിവസവും കാണാൻ മാത്രം എന്നാ സോണി ചേട്ടാ എപ്പോ വരും? അവൻ വരുമ്പോ രാത്രിയോ. എവിടെ പോയതാ? യുവദൈവത്തിന് മീറ്റിങ്ങിനെ കണ്ടു. അമ്മേ, ടോണിയുടെ അവിടെ ഒന്ന് പോയിട്ട് വരാം. ഞാനിപ്പോ വരും. എടാ, നിനക്ക് വായിക്കാൻ പുസ്തകം വല്ലതും വേണോ? ഞാൻ വായിക്കാത്തുണ്ടോ? നീ ഒന്ന് നോക്ക്. സോണിച്ചേട്ടാ എപ്പോഴാ വരുന്നേ? അവൻ വരുമ്പോ രാത്രിയാവും. കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോഴും കടക്കിടക്കാന്ന് പറഞ്ഞ് വന്നിട്ട് പരിചയിച്ചു പോയി. അവൻ ഓരോരോ തിരക്കല്ലേ. നിനക്ക് വിശക്കുന്നുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. അത് മാറ്റാൻ മുമ്പിച്ചാന്നേ. അവന് വേറെ കെട്ടുകളും കൊച്ചൊക്കെ ഉള്ള. ആണോ? അതൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. ചേട്ടത്തിയുടെ ഒരു ആങ്ങളെ എങ്ങാണ്ട് നെടുങ്കണ്ടത്തില്ലേ? മറ്റേ രാഷ്ട്രീയക്കാരൻ. ഇത് പണി കിട്ടിയെന്ന് അറിഞ്ഞോണ്ടേ പുള്ളിനെ വിളിച്ചേ. അങ്ങനെ പുള്ളിയുടെ ആൾക്കാർ വന്ന് അവന് ശരിക്ക് പെരുമാറിയിട്ട് അങ്ങ് പോന്നെ. എന്നാ പെരുമാറിയിട്ടുണ്ട്? പോകാനുള്ളൊരു പോയി. പോകുന്നവർക്ക് എളുപ്പമോ, ബാക്കിയുള്ളവരെ സഫർ ചെയ്യേണ്ടി വരുന്നത്. എന്നാലേ അടക്കില്ലെന്നുണ്ടല്ലോ, അത് വീട് കണ്ട സഹിക്കുമല്ലോ. ഈ നാട്ടുകാർ ഓരോ നോട്ടവും പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക ചെയ്യുന്നേ.
ഞാനും അടക്കണ്ടെന്ന് പോയപ്പോഴാട്ടോ അവരുടെ സ്ഥിതി ഇത്ര മോശമാണെന്ന് അറിയുന്നത്. നല്ലൊരു വഴി പോലും ഇല്ലാന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ അടുത്ത വെള്ളിയാഴ്ച വൈകിട്ടത്തെ പരിപാടി അങ്ങോട്ടേക്ക് ആക്കിയാലോ? ഇത് വൃത്തിയുള്ള വഴി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമല്ലേ, അല്ലേ? അതെ അതെ, ഞാൻ റെഡിയാണ്. ഓക്കെ, റെഡിയല്ലേ? ചെയ്തേക്കല്ലേ? ശനിയാഴ്ച ആണോ? ശനിയാഴ്ച ആണേ നോക്കാം. വെള്ളിയാഴ്ച ഞാൻ അവിടെ ഇല്ല. ചെയ്യാം. അതെ, നീ പുലിയെ കണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നതായിട്ടല്ലോ. പുലി ഇവനെ കണ്ട് പേടിച്ചോടിക്കാണും. നീ സംഭവം പറ. ഓ ഒന്നുമില്ല, ഞാനും നമ്മുടെ ടോണി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കേല്, അവന്റെ ബൈക്കേല് അവിടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് വരുമായിരുന്നു. ഇതൂടാ, അതാണ് ഇവിടെ കാര്യം. നീ ബാക്കി കഥ പറ. ഒന്നുമില്ല, നമ്മള് മൂലക്കുള്ള റോഡല്ല. ആദ്യം നിന്ന് ഇറങ്ങി നമ്മൾ ആ നിരപ്പയിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ നമുക്കിപ്പോ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ റോഡിന് നടക്കി ഈ സാധനം നിൽക്കുക. ഏത് ഒരു പടം വരച്ച പോലെ. ഞങ്ങളിത് കണ്ട് തിരിച്ചോടാൻ പറ്റുമോ? ഇത് വന്ന് കടിച്ചാലോ? ഇതവിടെ തന്നെ കയറ്റോ? ഞങ്ങളവിടെ ലൈറ്റ് ഇടുമാക്കി അവിടെ തന്നെ കിടന്നു. ഒരു 10-15 മിനിറ്റ് അതും അവിടെ തന്നെ നിൽക്കുക, അനങ്ങാതെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പയ്യെ കാട്ടിലോട്ടൊക്കെ നടന്നു പോയി. ഞങ്ങൾ പിന്നെ ഒരു 15 മിനിറ്റ് അവിടെ കിടന്നു. ഈ കേട്ടിലുള്ള പോലെ അല്ല, ഈ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ വേറൊരു കാഴ്ച തന്നെ. ചേട്ടായി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടായിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നുമില്ല, പഴയ പോലെ കമ്പനിയും ഇല്ല. എനിക്കൊരു മാറ്റമില്ല സുഖം. നിന്റെ സ്വഭാവത്തിൽ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. ജയൻ്റെ റോയ് പാപ്പൻ എന്നോടെല്ലാം പറഞ്ഞു. ചന്തപ്പിള്ളേർ കൂടി ഇങ്ങനെ ചെയ്യില്ലല്ലോ സുഖൻ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തായിട്ട് നീ കേട്ടിട്ടുണ്ടോ? അതിന് ഞാൻ ഒന്നും ചെയ്തില്ല. ചെയ്തില്ല പറഞ്ഞോ? എന്നാ നീ പറഞ്ഞ? പറയാൻ കൊള്ളാത്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അത് കേട്ട് മനസ്സ് വിഷമിച്ച പെൺകുട്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? ഓ, ഞാൻ കേട്ടപ്പോൾ തന്നെ ഐസായി പോയി. വേറെ ആര് ചെയ്തിരുന്നെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല സുഖൻ. എൻ്റെ മനസ്സിൽ നീ ഇങ്ങനെയൊന്നുമല്ല. നോബിയേക്കാൾ കൂടുതൽ എൻ്റെ അനിയനായിട്ട് ഞാൻ സ്നേഹിച്ചു നിന്നെയാണ്.
റോയ്പാപ്പൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. എന്നെ ബോർഡിങ്ങിൽ അടക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇടപെട്ടിട്ടാണ് ആ തീരുമാനം മാറ്റിയത്. ബോർഡിങ്ങിൽ പോയാൽ അച്ഛന്മാർ പറയുന്നത് കേട്ട് ജയിലിൽ കഴിയുന്ന പോലെ കഴിയുക. തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ല സുഖൻ. നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിരുന്നെങ്കിൽ നീ ആ പെൺകുട്ടിയോട് പോയി പറയാണോ വേണ്ടത്? ചേട്ടായിയോട് പറഞ്ഞാൽ നിനക്ക് അതിനുള്ള പ്രായമാകുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ചെല്ലാം ശരിയാക്കില്ലേ? ഇനി അതും ഇതും ആലോചിക്കാണ്ട് നീ പഠനത്തിൽ ശ്രദ്ധിക്കുക. ചാച്ചനോ അമ്മച്ചനൊന്നും വിഷമിപ്പിക്കരുത്. എനിക്കറിയാലോ റോഹിപ്പാപ്പന് ആരുടെ കംപ്ലൈൻ്റ് ഉള്ളതാണ്. മോനായിട്ട് കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത്. നമ്മൾ പള്ളിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനോട് വരാത്തുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ആന്നോ ഈന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചേ ഇരുന്നോ? ഇപ്പോൾ ഒത്തിരി നല്ല കാര്യമാണ്. വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ കൂടെ നിൽക്കാൻ ആളുണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് തന്നെയാണ് അശോക് ഞങ്ങൾ ഓർത്തത്. പിന്നെ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാമല്ലോ. ഇതിനോടകം തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? വല്ലാത്തൊരവസ്ഥയാണ്. ഞാനും കൂടി നോക്കട്ടെ. ആട്ടെ, നീതു എന്നതാ പഠിച്ചതൊക്കെ? നമ്മുടെ സൊസൈറ്റിയിൽ കണക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ നോക്കിക്കോളുവോ? പിന്നെ കഴിവൊക്കെ ഉള്ള ആളാ. ഒരു തവണ പറ്റിയോണ്ട് ഇനി ചാടിപ്പോകത്തില്ല. അങ്ങനെ വേണം വെച്ചോ. അത് വളരെ നല്ല തീരുമാനമാണ്. ഞാൻ അവസ്ഥയെപ്പറ്റി സാറിനോട് സൂചിപ്പിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് ലെറ്റർ വന്നായിരുന്നു അടുത്ത മാസം ജോയിൻ ചെയ്യാൻ. അത് ചെറിയ ന്യൂസ് അല്ലല്ലോ. ചിലപ്പോഴാ എപ്പോൾ വേണോ അച്ഛൻ പറഞ്ഞാൽ മതി. ഞാൻ ചുമ്മാ പറഞ്ഞാടോ. എപ്പോഴാ ജോയിൻ ചെയ്യണ്ടേ? അടുത്ത മാസം സെയിന്റ് മേരീസിലാണ്. അതിവിടെ അടുത്താണല്ലോ. പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടുതൽ സമയങ്ങളായിരുന്നില്ല. സുബിനെ വന്നീ കപ്പ വിളിക്കാൻ കുടിക്കടാ. നിനക്കെന്നാ ചെവി കേക്കത്തില്ലേ സുബിനെ?
സുബി സുബി കമ്പത്തെങ്ങാനും പോയോ? അവിടെ വല്ല ചെരുപ്പും കിടപ്പുണ്ടോ നോക്കിയേ. ഇല്ല ഇവിടെ ഇല്ല. കുഞ്ഞെ ഇതാ ഇവിടെ ഇരിക്കണേ. ചൈനയിൽ യങ്ങാൻ പ്രവിശ്യയിൽ ഒരാൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗത്തിന് ചികിത്സയൊന്നും കണ്ടെത്തിയിട്ടില്ല. തുടർച്ചയായ ചുമയും ശരീരവേദനയുമായാണ് 47-കാരനായ രോഗിക്ക് അസുഖം തുടങ്ങിയത്. കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാതിരിക്കാൻ പ്രത്യേക കരുതൽ എടുക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തു. ചൈനയിലെ തന്നെ ഒരാൾക്ക് ഇതിനു മുൻപ് അനിയന്റെ പോകുന്ന വഴിക്ക് അതോ വീട്ടിൽ കയറി 10 മിനിറ്റ് താമസിക്കുന്നു ഫോണിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. അവനാണോ പറഞ്ഞത്? എന്നാ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയായി. ബോധമെങ്കിലും കട്ടപ്പനയാന്ന് പറഞ്ഞ ടീമാ. പ്രതിയായ ഒട്ടാവോ കൊത്രോച്ചിയെ വിട്ടുതരണം. താൻ എന്നാ പണിയായി കാണിക്കുന്നേ? അത് എത്ര പറഞ്ഞാലും കേൾക്കുകയല്ല. വരുന്നു
സുമിൻകുട്ട എന്നാടാ. മനു ജയ ഇതൊക്കെ ഇടുവോ നോക്കിക്കേ. അപ്പച്ചന് ഇതാ ടൈപ്പിലോട്ട് വെച്ചേരെ, ഈസ്റ്ററിന് എടുക്കാം. ചേട്ടനുള്ളത് മറ്റേ പെട്ടിയില്ല. നിങ്ങളെല്ലാം തന്നെ എടുക്കുവോ? ഞാൻ കുറച്ച് അരിഷ്ടം കിട്ടുമെന്ന് നോക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതുകാലുയർത്തി എന്നെ തിരുവെഴുത്ത് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ അറിഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. സജി എല്ലും 3 കൂട്ടം ഇറച്ചിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാ ഇത്തിരി വൈകി എന്നാ മതി. അവിടെ നിന്ന് നുറുക്കി വെക്കട്ടെ എല്ലാം കൂടി. ഞുറുക്കാനൊക്കെ അല്ലേലും കൂടിക്കോളും. അതൊക്കെ പുതിയ മാറ്റം. പണ്ടൊക്കെ കഴിയും വഴി വന്ന് ഇരിക്കത്തേ ഉള്ളൂ. അതൊന്നും എൻ്റെ അടുത്ത് നടക്കുകയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല നടുവേനയുണ്ട്. പക്ഷെ എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയണമായിരുന്നു. അതാണ് ഞാൻ ഇവിടെ കയറാതെ പോകുന്നത്. ഒരു കാരണവശാലും ചേച്ചി ഇത് ആരോടും പറയില്ല കേട്ടോ. ഞാനാരോട് പറയാനാ? എനിക്കെന്നെ അറിയാലോ. ചേച്ചിക്ക് സോണിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോ? സോണി ഉള്ളതൊക്കെ ഇച്ചിരി കൂട്ടി പറയും, അതല്ലാതെ എന്നാ ഇതെങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ അപ്പച്ചൻ്റെ കുപ്പിയുമായിട്ട് ഞാൻ ചാർക്കിലോട്ട് പോയപ്പം സോണിയും അലീനോട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി വന്നു കണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് വെറും തോന്നലായിരിക്കും, പക്ഷെ എനിക്ക് ചേച്ചിയോടൊന്ന് ചോദിക്കണമെന്ന് തോന്നി.
സോണി ഈ പിള്ളേരോടൊക്കെ പെരുമാറുന്ന ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോണി പിള്ളേരുടെ അടുത്ത് കുറച്ച് കൂടുതൽ ഫ്രണ്ട്ലിയാ. ഒരു ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രണ്ടിലത്തെ മുറി തന്നെ ഉണ്ടായിരുന്നു. ശനി ചേച്ചി കുറച്ചു നേരം മുന്നേ തൊട്ട് അലീനെ തിരക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അലീനയോട് ചോദിച്ചു, ആ മുറിയിൽ അത്രയും നേരം ഒറ്റയ്ക്ക് എന്നെ എടുക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോൾ തൊട്ട് അവൾ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. സോണി വല്ലതും പറഞ്ഞായിരുന്നോ? ആ വൈൻ കുപ്പി തപ്പുമായിരുന്നു എന്നാ പറഞ്ഞു. ആ വെറുതെയാണോ അലീനെ പേടിച്ചത്? സെലീനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. അതല്ല ചേച്ചി, അലീനയുടെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം നമുക്ക് ഈ പിള്ളേരുടെയൊക്കെ കാര്യത്തിൽ ഇച്ചിരി ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് തോന്നും. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ടി വിയിലൊക്കെ വല്ല ന്യൂസോ ഒക്കെ കണ്ടാൽ തന്നെ ഇരുന്ന് കരയുമായിരുന്നു. കാണി പോയിട്ട് വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. സോണീനെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്ന. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ആ വീട്ടിലാണെങ്കിൽ ഒന്ന് ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലായിരുന്നു. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വന്നത് തന്നെ ഇപ്പോഴാണ്. ഞാനും ഇത് ആരോടും പറയാനും നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ഓരോന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അമ്മ അവിടെ കിടന്ന് തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തൊള്ള കയറുക. അപ്പം കണ്ടതാണല്ലോ ഞാനെങ്കിൽ പോരുന്നത്. ഞങ്ങളേ മരിച്ചുപോയ ജോർജാൻ്റെ വീട്ടിലേക്കൊരു വഴിവെട്ടാൻ പരിപാടി ഇട്ടിരിക്കുക. നീ കാണത്തില്ലേ? എന്നാ? മറ്റന്നാ വൈകിട്ട്. നോക്കട്ടെ. അല്ല, കഴിഞ്ഞ ആഴ്ച അവന്മാർ തന്നെ അന്വേഷിച്ചായിരുന്നു. അതൊക്കെ സംസാരിക്കാൻ മീൻ പോകും. നീ വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞ അമ്മയുടെ നിന്ന് 500 രൂപ വാങ്ങിയായിരുന്നു. അമ്മ പറഞ്ഞു. ആരാ പഠിപ്പിക്കുന്നത്? സോണി. അല്ല, വീട്ടിൽ വണ്ടിയുള്ളപ്പോൾ അമ്മമാരുടെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? ഞാനിന്ന് ഫ്രീയാ, നമുക്ക് വൈകിട്ട് ഗ്രൗണ്ടിൽ പോവാം. ഞാൻ ടോണിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, അവൻ വൈകിട്ട് വരും. എന്നാ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. അത് വേണ്ട, ഏതായാലും പെട്രോൾ അടിക്കണ്ട. എടാ, ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിരിക്കുക. സാരമില്ല സോണി, സോണിയോട് പഠിച്ചോളാന്ന് പറഞ്ഞില്ലേ? മടുത്തോ? ഹേയ്,
നമുക്കിതൊക്കെ ശീലമല്ലേ. ഓരോ കട്ടനടിക്കുക. നീ തിരിച്ചു ഹോസ്പിറ്റലിൽ ഇത് അമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മ നിങ്ങളെ കാണുമ്പം കാര്യം തിരിച്ചൊക്കെ കാണിക്കും, പക്ഷെ ഫുൾ ടൈം കരച്ചില്ല. പഴുപ്പുറക്കൊക്കെ കണക്കാം. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിച്ചിട്ട് എല്ലാത്തരത്തിനും വലിയൊരു ഗ്യാപ്പ് വന്ന പോലെ അല്ല. മക്കൾക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ദുഃഖമില്ല എന്നുള്ളതല്ല, വേറെ വഴിയില്ലല്ലോ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാവും എന്ന് പറഞ്ഞല്ലേ കൂടെ കൂട്ടുന്നത്. സത്യം. ദിവസം മിനിമം 3 നേരം ആൽബം എടുത്ത് വെച്ച് നോക്കിയിരിക്കാം. 41 കാര്യം നീതു എന്തെങ്കിലും ആലോചിച്ചായിരുന്നു? ഇല്ല, എല്ലാം കൂടെ എൻ്റെ തലയ്ക്കകത്ത് ആകെ ഒരു മൂടൽ പോലെയാ. പകുതി കാര്യം ഞാൻ ഓർക്കുകയല്ല. 10-15 ദിവസമല്ലേ ഉള്ളൂ, നമുക്ക് നീറ്റായിട്ട് നടത്താം. ഇതിൻ്റെ പൈസ വല്ലതും ഉണ്ടോ? പൈസ അത് ഞാൻ അങ്കിളിനോട് ചോദിക്കാം. വേണ്ട, എല്ലാത്തിനും പുള്ളിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഇത് ഞങ്ങൾ ചെയ്തോളാം. ബന്ധുക്കളാണെങ്കിലും അവസാനം എല്ലാം കഴിയുമ്പോൾ താങ്ക് യു സോ. എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരാവശ്യം വരുന്നു, നമ്മൾ കൂടെ നിൽക്കും, ഇത്രയേ ഉള്ളൂ. ടോണി എന്താടാ ടോണി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? കുറച്ച് ദിവസം കൊണ്ടിട്ട് ഉണ്ടായിരുന്നോ? നമ്മൾ പള്ളിയിലൊരു പരിപാടിയൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്നും അങ്ങോട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഇനി പ്ലാൻ? അച്ഛൻ ചുമ്മാ അങ്ങനെ ആലോചിക്കാൻ തോന്നിച്ചിട്ട് എറണാകുളത്ത് 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഒപ്പം കൂടി ഒരു പരിപാടി ഇങ്ങനെ ഓണാക്കാൻ നോക്കുന്നു. അതൊക്കെ സൈഡിൽ കിടക്കട്ടെ. എന്തായാലും PSC എഴുതണം. ഒരു LD ക്ലർക്കായിട്ട് എഴുതി കിട്ടാൻ എന്തോരം പേര് ആഗ്രഹിക്കുന്നു. നീ നന്നായി പ്രിപ്പയർ ചെയ്ത് പാസ്സായി ഒരു LD ക്ലർക്ക് ആയാൽ 10 വർഷത്തിനുണ്ട്. എനിക്കിപ്പോൾ എത്ര വയസ്സായി? 20. അവർ 30 വയസ്സാകുമ്പോൾ ഗസറ്റഡ് ഓഫീസറാണ്. ഞാൻ നുണ പറയുകയല്ല, ശ്രമിക്കണം. ഞാൻ എഴുതാൻ തുടങ്ങിയേട്ടാ. എന്തായാലും വീട്ടിൽ പിടിച്ചിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും, ഞാൻ നിനക്ക് അയച്ചു തരാം. നീ വിചാരിച്ചാൽ നടക്കും. വിചാരിക്കണം. എൻ്റെ പേരെന്നാ? അഫ്സലിനോ? കൂടെ പഠിക്കുന്ന ചെറുക്കനാ. അവനാണെ അവളില്ലാതെ ഇപ്പം പറ്റില്ലെന്ന് പറഞ്ഞോ. അവൾ ഏകദേശം ആ വഴിക്കായിട്ടുണ്ട്. ഇനിയൊരു കാര്യത്തിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്ന് പറഞ്ഞു നോക്ക്.
നടന്നില്ല പോലാ ഞാൻ നമ്മുടെ അച്ഛനെ കൊണ്ട് പറയുക. പക്ഷെ ഈ വിഷയം സംസാരിക്കാൻ അവളൊന്ന് നിന്ന് തരണ്ടേ? അങ്ങോട്ട് പോകണം. ബാംഗ്ലൂരോ? മറ്റാണോ? ഞാനെന്തെങ്കിലും പറഞ്ഞു തന്നാൽ അവൾ ചോദിക്കും അത് പറയാൻ എനിക്കെന്താ യോഗ്യതാണ്. ഒരു തരത്തിൽ അതും ശരിയാണല്ലോ. തെറ്റിപ്പോൾ എല്ലാവർക്കും പറ്റും. അത് തിരുത്തി മുന്നോട്ട് ജീവിക്കുന്നതിലാണ് കാര്യം. അല്ലാണ്ട് മനുഷ്യരുടെ ജീവിതകാലം മുഴുവൻ ഗിൽറ്റിൽ ജീവിക്കണം. സോണിക്ക് വലിയ മനസ്സാണ്. അതല്ല താഴത്തെ ആ മതി മതി. ഇതൊന്ന് മുഴുവൻ തനിയെ പഠിക്കേ. എഴുന്നേൽക്ക്. ഇന്ന് രാത്രി തീർക്കണം. നീ മനസ്സ് വെച്ചാൽ അടക്കും. ഒരു വേള ഈ മാറിൽ വിശ്രമിക്കട്ടെ ഞാൻ. സുഖൻ, അമ്മ വഴക്കൂറേം കേട്ടോ. എനിക്കിത് മുഴുവൻ പഠിച്ചു പാടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം ഒഴിവാക്കാം. എന്ത് രസമുള്ള കവിതയാണെന്നറിയോ? ആ വികാരങ്ങൾ മുഴുവനായിട്ട് കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. ഈ വികാരങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി. എനിക്ക് കവി പോലെ 55 വയസ്സില്ലല്ലോ. നീ ചേട്ടായെ പഠിപ്പിക്കുക. നീ 2 വർഷം വായിച്ചു പഠിക്കാൻ നോക്കി. പിള്ളേർക്ക് തോന്നില്ലെങ്കിലും കാരണന്മാർക്ക് തോന്നണം. അവളോട് ഞാൻ സംസാരിച്ചാൽ ശരിയാവത്തില്ല. ചുമ്മാ ആരെങ്കിലും പറയേണ്ട കാര്യമില്ല. കുഞ്ഞാഞ്ഞ് പറഞ്ഞാൽ അവൻ കേട്ടോളൂ. നല്ല ദൈവഭക്തിയുള്ള കുടുംബം, കൃഷിക്കാരാ. അതുകൊണ്ട് തന്നെ
വലിയ പണവും പത്രാസും ഒന്നുമില്ല. അതിനിപ്പോൾ പണവും പത്രം സാറാണ് നോക്കുന്നത്. നല്ല കൊച്ചായിരിക്കണം. അത്യാവശ്യം നോക്കിക്കൊണ്ട് കാര്യം ചെയ്യാനുള്ളൊരു ബോധം ഉണ്ടാവണം. ആദ്യം നമുക്ക് അവന് ഇഷ്ടപ്പെടുമോ നോക്കാം. വലിയ ഡിമാൻഡൊന്നും ഇല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടും. ചുരുണ്ടോടെയല്ലേ? BSc നഴ്സിംഗ് 3-ാം വർഷം. നന്നായി പഠിച്ചോളും. പഠിത്തം കഴിഞ്ഞാൽ പുറത്തൊക്കെ പോവുകയും ചെയ്യാലോ. ഇടവകയായിട്ടൊക്കെ നന്നായിട്ട് സഹകരിച്ചിരിക്കുന്ന കുടുംബം. ഒത്തിരി നല്ല കൊച്ചാണ്. +2. കല്യാണം ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചാ ഇത്ര താമസിച്ചു. എനിക്ക് പിന്നെ ജോലി കിട്ടിയല്ലോ. പോയി കാണാം. കാണുന്നതിന് പിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രസാദം ഞങ്ങളിൽ എന്നും വസിക്കുമാറാകട്ടെ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയട്ടെ. ഉയർപ്പിലുള്ള പ്രത്യാശയോടെ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരന് നിത്യജീവിതം കൽപ്പിച്ചരുളണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, പാപികളെ വിശുദ്ധീകരിക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ സഹോദരന്റെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിതാനന്ത്യം പരിപാവനമാമീശ്വര വിധിയാണൊഴിവില്ലാർക്കും. നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിതാനന്ത്യം പരിപാവനമാമീശ്വര വിധിയാണൊഴിവില്ലാർക്കും. തനയനിൽ നിന്നും താതനെ മരണം ദൂരയകറ്റും നിർദ്ദയമൊരു നാളമ്മയിൽ നിന്നും മകനെയകറ്റും. നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിതാനന്ത്യം പരിപാവനമാമീശ്വര വിധിയാർക്കും. കൈകൾ ചലിക്കിൽ അതരമനങ്ങിൽ ഇനിയൊരു നാളും കണ്ണുകളിരുളും കാതുകളടയും കരിനിഴലുയരും. നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിതാനന്ത്യം പരിപാവനമാമീശ്വര വിധിയാർക്കും. പറഞ്ഞ കാര്യം പേര് പറഞ്ഞു ശരി. സോണി വായിരിക്കും. സോണിയോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചിരിക്കുക. ഞായറാഴ്ചകളിൽ ഫ്രീ ആണെങ്കിലേ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ മാത്രം പറയാതെ. അതല്ല, 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു. സോണി വരാതെ രക്ഷയില്ല. ചെറിയ ക്ലാസ്സുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ സൗകര്യമാണ്. അത് കുഴപ്പമില്ല, ചെറിയ ക്ലാസ് അത് നമുക്ക് ശരിയാക്കാം, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ വരാം. ആൻറ്റി എപ്പോഴാണ് വന്നത്? ഞാൻ കുറച്ച് നേരമായി. സോണി വരാൻ വേണ്ടിയിരുന്നു. ഞാൻ നമ്മുടെ അച്ഛനായിട്ട് ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയതായിരുന്നു. ഇത്തവണ അച്ഛനെ കണ്ടില്ല. നാളെ പള്ളി വരെ ഒന്ന് പോവാം. എനിക്കിവിടെ കിടന്നാൽ പോരെ? ഞാൻ രാവിലെ പള്ളി കൊണ്ട് വിടാം. അത് വേണ്ട, ഞാൻ മടത്തി കിടന്നോളാം. ആരപ്പം മാത്രം? സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ഒരു സിസ്റ്റർ കാത്തറീൻ ഓർമ്മയുണ്ടോ? ഓ അറിയാം. സോണി എന്നെ എന്നാ അവിടം വരെ ഒന്നും കൊണ്ടാക്കത്തില്ലേ? അതിനെന്നാ?
ആൻറ്റി ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ കാർ എടുത്തുകൊണ്ട് വരാം. ആന്റിക്ക് സോണീനെ ഒറ്റയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു. പീരുമേട്ടിൽ പുതിയൊരു ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഈസ്റ്ററിന്റെ സമയത്തൊക്കെ ഞാൻ അവിടെ ആയിരുന്നു. അയ്യോ, അവിടുത്തെ അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ എന്നാ ഒരു തേജസ്സാന്നറിയാമോ. നമ്മളെക്കുറിച്ച് അച്ഛൻ നമുക്കറിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുതരും. അടുത്ത മാസം ആദ്യം യുവാക്കൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ധ്യാനം തുടങ്ങുന്നുണ്ട്. ആകെ 3 ദിവസമുള്ള ഒരു ബാച്ച്. ഒത്തിരി നല്ല അനുഭവമായിരിക്കും. ഞാൻ നമ്മുടെ ഇടവകയിലെ ധ്യാനം കൂടിയത് ആൻറ്റി, വർഷത്തിലൊന്നും മതിയാവുമല്ലോ. ഇതങ്ങനെയല്ല. ഇത്രയും കാലത്തെ ധ്യാനവും പ്രാർത്ഥനയൊക്കെ കൂടിയ ആളെന്ന നിലയ്ക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ ആന്റിക്ക് അറിയാമെന്ന് കൂട്ടിക്കോ. എത്ര ചെറിയ കാര്യമാണേലും അത് കാണുകയും മാർക്കിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തമ്പുരാൻ. സോണിക്ക് ഒത്തിരി ബുദ്ധിയുള്ള ആളല്ലേ, ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയില്ലേ. എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളും ഒക്കെ പറ്റും. പക്ഷെ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തമ്പുരാന്റെ മനസ്സല്ലേ. ഇത്രയും നാളും പിള്ളേരുകളിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് പറ്റൂല. ഇനി ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുക. ഒരു വിവാഹമൊക്കെ കഴിക്കണം. റാഫേലച്ചൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിക്കുന്ന ദുശീലങ്ങളും അസുഖങ്ങളും ഒക്കെ അവിടെ ഡെയിലി എത്ര കേസാ വരുന്നതെന്ന് അറിയാവോ. അതുപോലെ തന്നെ കൗൺസിലിംഗ് ഒരുപാട് സമയമൊക്കെ എടുത്ത്. ഞാൻ പൊക്കോളാം. ഞാനെന്നാ അച്ഛനോട് നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാം. ഒത്തിരി നല്ല അനുഭവമായിരിക്കും. ഒരു 3 ദിവസം നമുക്ക് എന്നാ നഷ്ടപ്പെടാനാ. കാപ്പി അപ്പുറത്തോട്ട് വെച്ചേരെ, ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ചേച്ചി, പ്രഷർ കൂടുതലാണോ? നോർമലാ. പുതിയ TV ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. സജിക്ക് ഈ വേൾഡ് കപ്പ് കാണണമെന്നും പറഞ്ഞു. ഇച്ചിരി ഏത്തക്ക ഇരിപ്പല്ലോ, ഞാൻ എന്നാ വേഗം കുറച്ച് ഏത്തക്ക ബോളി ഉണ്ടാക്കട്ടെ. വേണ്ട, വാങ്ങിച്ചിട്ട് റാണിച്ചൊരു തോന്നിച്ച. ഇരണ്ടപ്പച്ചൻ്റെ അറിയാലോ അല്ലേ? ഞാൻ 26 വർഷമായി സർവീസ് തുടങ്ങിയിട്ട്. അന്ന് 14 പിള്ളേരെയും കൊണ്ട് തുടങ്ങിയ സംരംഭം. ഇപ്പം അത് 126 പേരായി. ഈ കാലയളവിനിടയിൽ ഫേസ് ചെയ്യേണ്ടി വന്നത് 1-2 പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മുടെ യുക്തിക്ക് ഒന്നും നിരക്കുന്നതായിരിക്കില്ല പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാം തമ്പുരാൻ്റെ കയ്യിലോട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കും.
അതുകൊണ്ട് ഗുണമുണ്ടായോ? എനിക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും അതിൻ്റേതായ ഗുണങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അപ്പനമ്മമാരും ഭർത്താവും കുട്ടികളും മാത്രമല്ല, വേറെ പലരും ചേരുന്ന. റാണി സോണിയെക്കുറിച്ച് ഇപ്രാവശ്യം എന്തോ ഒരു പരാതി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അയ്യോ ചേച്ചി, ഞാനത് ജയ ചേച്ചിയുടെ അടുത്തേ, എനിക്ക് വെറുതെ മനസ്സിൽ തോന്നിയതങ്ങ്. അത് പറയാനാണ് ഞാൻ വന്നത്. ജയയ്ക്ക് എന്നോട് പറയാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതറിഞ്ഞ പിന്നെ ജയയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. നമുക്ക് വ്യക്തമായും കൃത്യമായിട്ടും അറിയാത്ത ഒരു ആരോപണം ഉന്നയിക്കുമ്പം അത് ആരെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു ആലോചിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അത് മറന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. സോണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വന്തം മോനെ പോലെയാണ്. ആരോട് ചോദിച്ചാലും അവനെപ്പറ്റി ഇതുവരെ ഒരു മോശം അഭിപ്രായം ഞാൻ ഇതുവരെയും കേട്ടില്ല. ഇങ്ങനെയൊരു കാര്യം സ്വന്തം മോളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ സെലിക്ക് എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യം റാണി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? റാണിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല മക്കൾ വളർന്നു വരിക. അമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് പോകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മനസ്സിൽ വല്ല ദുഷ്ട ചിന്തകളോ അനാവശ്യ ആലോചനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് അങ്ങോട്ട് പോകും. ഈ വൈകുന്നേരത്തെ ആവശ്യമില്ലാത്ത ഈ സീരിയല് കാണൽ നിർത്തിയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. ഇത് സജിക്കും കുത്തൽ. ഒരു 500 രൂപ എടുക്കുന്നുണ്ട്. ഞാൻ ബ്രോക്കർ വേവി അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നോ? ഒന്നും ശരിയാവില്ല. കണ്ട അലവിലാദികളെ ബൈക്കൊക്കെ കയറ്റി കറങ്ങി നടക്കുന്നതൊക്കെ കൊള്ളാം. മനസ്സിലിപ്പോൾ വല്ലതും ഉണ്ടെങ്കിലേ അതവിടെ ഇരുന്നോട്ടെ. ഇനി വീട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നാന്ന് വെച്ചായിരിക്കും. വളച്ചിട്ടില്ല കാര്യം പറയാം. ഇല മുള്ള ഒന്ന് വീണാലും മുള്ളലേ വീണാലും കേടലയ്ക്കാം. കണ്ട ബൈക്കിലും കാറിലും കയറി നടന്നിട്ടേ അതല്ല എൻ്റെ ഇറക്കേണ്ട കുറ്റമെന്ന് പറഞ്ഞാൽ ഒന്നേക്കല്ലേ ഉള്ളത് പറയാലോ. എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഈ ഒരു ബന്ധത്തിൽ ഒരു താല്പര്യമില്ല. ഞാനായിട്ട് ദ്രോഹത്തിലൊന്നും വരുന്നില്ല, അങ്ങോട്ടും വന്നേക്കരുത്.
1 മാസമായി കുമ്പസാരിച്ചിട്ട് നിസ്സാര കാര്യങ്ങളിൽ പോലും അപ്പനായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. ക്ഷമിക്കാൻ കഴിയുന്ന അവസരങ്ങളിലും അനാവശ്യ വാശി പിടിച്ച് നുണകൾ പറഞ്ഞു. സാഹചര്യം ഉണ്ടായിട്ടും പരിശുദ്ധ കുർബാന മുടക്കി. എന്നിലെ സാഹചര്യം കുറഞ്ഞ ആളുകളോട് ഒരു ദയയില്ലാതെ പെരുമാറി. പിതാവ്, പാപിയായ എന്നോട് കനിയണമേ. പരിശുദ്ധ കുർബാനയൊന്നും നമ്മൾ മുടക്കാൻ പാടില്ല കേട്ടോ. അത് വലിയ പാപമാണ്. പിന്നെ ക്ഷമിക്കാനും സഹിക്കാനും അല്ലേ യേശു പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. മറ്റുള്ളവരോട് ക്ഷമയോടും സഹനത്തോടും പെരുമാറണം. പരിഹാരമായിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു നന്മ നിറഞ്ഞ മറിയും, ഒരു ത്രിത്വസ്തുതിയും ചൊല്ലിക്കുക. എനിക്ക് നൽകപ്പെട്ട അധികാരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാവങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഉറങ്ങിയിട്ട് എത്ര ദിവസമുണ്ടായി? എന്തിനാ സോണി എൻ്റെ അടുത്ത്? അപ്പം അങ്ങനെയല്ല, ഞാൻ ആണാണല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ തന്നെ ആയിരിക്കും കുറ്റക്കാരൻ. നമ്മളിപ്പോൾ അപരിചിതരെ പോലായി. ഇത്രയ്ക്ക് പേടിയാണ് വീട്ടുകാരെങ്കിൽ പിന്നെ എന്തിനാ സോണി എനിക്ക് പ്രതീക്ഷ തന്നത്? ഇത് ധൈര്യം കാണിച്ചിട്ട് എന്തിനാണ്? അവർക്ക് വിഷം വാങ്ങിയിട്ട് കൊടുക്കണം. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സോറി. സോണി ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്ര സെയിൻ്റായിട്ടുള്ള ആളാണെങ്കിലും ആ വീട്ടിൽ നിന്ന് പട്ട് പിടിക്കും. ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ്. സിസ്റ്റർ ആൻറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടോ? സിസ്റ്റർ ആൻറ്റി എൻ്റെ അവസ്ഥ കണ്ടിട്ട് ധ്യാനത്തിന് ബുക്ക് ചെയ്തു. എന്നെ സഹായിക്കാൻ വന്നിട്ടില്ലേ സോണിക്ക് ഇത്രയും? ഇതും എനിക്കിപ്പോൾ മൊത്തത്തിൽ ന്യൂട്രലായിട്ടുള്ള ഒരവസ്ഥയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് ഒപ്റ്റിമിസം ഉണ്ടായിരുന്നു, എല്ലാം പോയി കിട്ടി. സോണി, ഐ ആം സോറി. ശരിക്കും എനിക്ക് ഈ അപ്പനെ വേണ്ട. എനിക്കെന്റെ കൂട്ടുകെട്ടുകൾ മതി. എനിക്കെന്റെ അസന്മാർഗിക രീതികൾ മതി. എനിക്കെന്റെ മദ്യവും മയക്കുമരുന്നും മതി. എനിക്കെന്റെ തോന്നിവാസം നടന്നാൽ മതി എന്ന് പറഞ്ഞ അവന് ഒടുവിൽ തിരിച്ചറിവുണ്ടാവുകയാണ്. കയ്യിൽ ചില്ലിക്കാശില്ലാതെ ഒറ്റക്കായിരുന്നപ്പോൾ, അവൻ തലയിൽ കയറ്റി വെച്ച അവന്റെ കൂട്ടുകാരവനെ ഇട്ടേച്ചു പോയപ്പോൾ അവൻ ഒറ്റക്കിരുന്ന് ആലോചിക്കുകയാണ്, അപ്പനുണ്ടായിരുന്നേല് എന്റെ അപ്പച്ചനോട് ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. തിരിച്ചു ചെന്നാൽ അപ്പൻ എന്നെ സ്വീകരിക്കുമോ? എന്നെ ആട്ടിപ്പുറത്താക്കില്ലേ? അവന്റെ ആത്മാവ് അവനോട് പറഞ്ഞു, മൂഢ, അപ്പന്റെ സ്നേഹത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനായുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി അത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി അത്രേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി,
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് കൈയടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ണടയ്ക്കും. ഈശോപ്പൻ മോനെ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? മോനെ സോണിക്കുട്ട, എന്തിനാ നീ ഇങ്ങനെ ഭയക്കുന്നത്? ഈശോപ്പൻ ഒന്നും അറിയുന്നില്ലായിരുന്നുവെന്ന് നീ കരുതുന്നുണ്ടോ? ഇപ്പൊ മോന് മനസ്സിലായില്ലേ ഈശോ മോനെയും കാത്തിവിടെ ഇരിക്കുമായിരുന്നെന്ന്? ഇനി ആ സ്വർഗീയ അപ്പനുമായിട്ട് സംസാരിക്കണം. കുമ്പസാരിച്ച് വൈകിട്ടത്തെ ദിവ്യബലിയിൽ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇതുവരെ സ്വീകരിച്ച പോലെയല്ല, മുഴുവനും ഈശോ മാത്രമായി. ശരീരത്തിൻ്റെ ദാഹം തീഷ്ണമാകുന്നത് ആത്മാവിൻ്റെ ദാഹം നിറവേറ്റാനാകാതെ വരുമ്പോഴാണ്. അശുഭമായ ചിന്തകളും പ്രവൃത്തികളും ഒന്നും തന്നെ കർത്താവിലായിരുന്നാൽ നമുക്ക് തോന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോനെ സോണി, മോൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആൻറ്റി കാണുന്നു. ഭൂമിയിലെ അപ്പനുമായിട്ട് ഏറെ കാലമായിട്ടുണ്ടായിരുന്ന വൈരാഗ്യവും കോപവും ഒക്കെ ശമിക്കാൻ കർത്താവ് ഇടവരുത്തും. ക്ഷമിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. ക്ഷമിച്ചാൽ മാത്രമേ നമ്മളും ക്ഷമിക്കപ്പെടുകയുള്ളൂ കേട്ടോ. പിന്നെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ പങ്കാളിയായി സ്വീകരിക്കാൻ കർത്താവ് ഇടവരുത്തും. അതിന് കർത്താവ് സാഹചര്യം ഉണ്ടാക്കും. വിദേശയാത്ര മുതൽ ജീവിതത്തിൽ ഇന്നുവരെ നടക്കാതെ പോയ എല്ലാ ആഗ്രഹങ്ങൾക്കും മുട്ടുമാറും കേട്ടോ.
സ്നേഹ ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് 2-3 കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചതുപോലെ നമുക്കിന്ന് ഒരു പുതിയ അധ്യാപകനെ കിട്ടിയിരിക്കുന്ന ദിവസമാണിത്. നമ്മുടെ പ്രിയപ്പെട്ട ജോളി ടീച്ചർക്ക് പകരം സോണി സാർ ഇന്ന് ചാർജ് എടുക്കുകയാണ്. നമ്മുടെ ഈ സ്കൂൾ കുടുംബത്തിലേക്ക് നിറഞ്ഞ കയ്യടികളോടെ സോണി സാറെ നമുക്ക് സ്വാഗതം ചെയ്യാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം.